നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പാഴിയോട്ടുമുറിയിൽ ഗുഡ്സ് വാൻ ഇടിച്ച് കാൽനടയാത്രക്കാരന് ദാരുണാന്ത്യം. പാഴിയോട്ടുമുറി സ്വദേശി കുളങ്ങര വീട്ടിൽ 46 വയസ്സുള്ള ഡേവിസ് ആണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 9:30 പാഴിയോട്ടുമുറി സെന്ററിൽ വെച്ചാണ് അപകടമുണ്ടായത്. റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന ഡേവിസിനെ പിറകിലൂടെ വന്ന ഗുഡ്സ് വാൻ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഡേവിസിനെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന ഡേവിസിനെ ടാങ്കിൽ വെള്ളം കയറ്റി വരികയായിരുന്ന വാഹനമാണ് ഇടിച്ചത്. വരവൂർ തളിയിലെ അറവു മാലിന്യ പ്ലാന്റിനെതിരെ വെള്ളിയാഴ്ച രാത്രിയിൽ നടന്ന പ്രതിഷേധം നാട്ടുകാരും പോലീസുമായുള്ള സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ലാത്തി വീശി. പോലീസ് അകാരണമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പോലീസ് വാഹനത്തിന് മുന്നിൽ കുത്തിരിപ്പ് നടത്തി. തളി നടുവട്ടത്ത് പ്രവർത്തനം ആരംഭിച്ച അറവുമാലിന്യ സംഭരണ പ്ലാന്റിനെതിരെ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രിയിൽ രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പരിസരവാസികളായ വനിതകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി പ്രദേശത്ത് സംഘടിച്ചെത്തുകയായിരുന്നു. പ്ലാന്റിലേക്ക് അറവുമാലിന്യവുമായി വരുന്ന വാഹനം തടയുകയെന്ന ലക്ഷ്യത്തോടെ നാട്ടുകാർ റോഡിൽ നിലയുറപ്പിച്ചു. ഇതിനിടയിൽ എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അശ്വിനിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. വീട്ടമ്മമാർ പോലീസുമായി സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ സംഘർഷമുണ്ടാകുകയായിരുന്നു. പരാതി ഉന്നയിക്കാൻ എത്തിയ നാട്ടുകാരെ പോലീസ് വാഹനം തടഞ്ഞുവെന്നാരോപിച്ച് അകാരണമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ലാത്തി കൊണ്ടുള്ള പ്രഹരമേറ്റ് സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കുപറ്റി. പ്രകോപിതരായ നാട്ടുകാർ പോലീസ് വാഹനം തടയുകയും പോലീസുമായി വാക്കേറ്റവും ഉന്തും തള്ളും ഉണ്ടായി. പിന്നീട് സമരസമിതി നേതാക്കൾ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. പോലീസ് അകാരണമായി പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് സമരസമിതി നേതാക്കൾ ആരോപിച്ചു. ഏകപക്ഷീയമായ പോലീസ് നടപടിക്കെതിരെ ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇൻസ്പെക്ടർ അശ്വിനിക്കുമെതിരെ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും പരാതി നൽകുമെന്നും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. എടപ്പാളിൽ കാർ പിന്നോട്ടെടുക്കുന്നതിനിടയിൽ ദേഹത്തു കയറി 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. കൊച്ചന്നൂർ സ്കൂളിനു സമീപം താമസിക്കുന്ന ഊക്കയിൽ അബ്ദുസമദിന്റെ മകൻ ജാബിറിന്റെ ഏകമകൾ ഹംറയാണ് മരിച്ചത്. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. മടത്തിൽ വളപ്പിൽ ഷാഹിറിന്റെ മകൾ അലിയ, 46 വയസ്സുള്ള സിത്താര, 61 വയസ്സുള്ള സുബൈദ എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാത്രി 11 മണിയോടെ കുട്ടിയുടെ ഉമ്മ സജനയുടെ വീട്ടുമുറ്റത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത്. വീട്ടിലേക്ക് വന്ന അതിഥികൾ തിരിച്ചുപോകാൻ നേരം കാറ് പിന്നിലേക്ക് ഇറങ്ങി മതിലിൽ ഇടിക്കുകയായിരുന്നു. മതിലിന്റെ സ്ലാബ് കുഞ്ഞിന്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീണു. ഉടൻ തന്നെ എടപ്പാളിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല. പരിക്കേറ്റ മറ്റുള്ളവരെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ അലിയയെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ചമ്മനൂർ ലവ് ലാബ് കിൻഡർഗാർട്ടൻ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് മരിച്ച ഹംറ. ദുബായിൽ ജോലി ചെയ്യുന്ന പിതാവ് ജാബിർ വിവരമറിഞ്ഞ് നാട്ടിലെത്തിയിട്ടുണ്ട്. പോലീസ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം എടപ്പാൾ അങ്ങാടി മഹല്ല് പള്ളി ഖബർസ്ഥാനിൽ സംസ്കാരം നടക്കും. ശുദ്ധജലത്തിനായി നാട്ടുകാർ ആശ്രയിച്ചിരുന്ന ആദൂർ ദേവസ്വം നഗർ കിണറിന്റെ നവീകരണം പൂർത്തിയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂരിന്റെ ഇടപെടലിനെ തുടർന്നാണ് പദ്ധതി നടപ്പിലാക്കിയത്. വർഷങ്ങളായി പ്രദേശത്തുള്ള കുടുംബങ്ങളുടെ ആശ്രയമായിരുന്നു ആദൂർ നഗർ പൊതുകിണർ. എന്നാൽ കിണറിന്റെ അടിവശം ഇടിഞ്ഞതുമൂലം വലിയ അപകട സാധ്യത നിലനിന്നിരുന്നു. കിണർ ഒന്നിച്ച് മണ്ണിട്ട് തൂർക്കേണ്ട അവസ്ഥയിലായിരുന്നു. തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ഇടപെട്ട് 5 ലക്ഷം രൂപ വകയിരുത്തുകയും കടങ്ങോട് പഞ്ചായത്തുമായി സഹകരിച്ച് നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്തു. കരാറുകാരൻ കൊണ്ടുവന്ന ജോലിക്കാർ കിണറിന്റെ അപകടാവസ്ഥ കണ്ട് പിന്മാറിയെങ്കിലും പിന്നീട് മറ്റൊരാളെത്തി പണി ഏറ്റെടുക്കുകയും നിർമ്മാണം പൂർത്തിയാക്കുകയുമായിരുന്നു. കടുത്ത വേനലിലും ജലലഭ്യതയുള്ള കിണർ നവീകരിക്കാൻ കഴിഞ്ഞതിന്റെ സംതൃപ്തിയിലാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂരും നാട്ടുകാരും. ഈ കിണർ പൂർവികരായിട്ടുള്ള ആളുകൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വന്നിരുന്ന ഒരു കിണറാണ്. ഈ പ്രദേശത്തെ ആളുകൾ വെള്ളം കോരി കുടിച്ചിരുന്ന കിണറാണ്. പക്ഷേ ഈ കിണർ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇതിൻ്റെ അടിഭാഗം മുഴുവൻ വലിയ തകർച്ച ഇടിഞ്ഞത് മൂലം ഈ കിണർ തന്നെ തൂർക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കായിരുന്നു. അങ്ങനെ ഒരു ദിവസം മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാൻ വന്നപ്പോഴാണ് ഇതിൻ്റെ അവസ്ഥ മനസ്സിലായത്. പഞ്ചായത്ത് മെമ്പറായിരുന്ന സമയത്ത് ഇതിലൊക്കെ ചളിവാരലും അങ്ങനെയൊക്കെയുള്ള കുറേ പ്രവർത്തനങ്ങൾ അക്കാലത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
പക്ഷേ ഈ കിണർ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് 5 ലക്ഷം രൂപ വകയിരുത്തി കടങ്ങോട് ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ചാണ് നമ്മളിപ്പോൾ ഈ പദ്ധതിയുടെ പ്രവർത്തനം ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. അടുത്ത ദിവസം തന്നെ നമുക്ക് ഈ കിണർ ഇവിടുത്തെ ആളുകൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസികളുടെ കൊഴുക്കട്ട ശനി ഇന്ന്. വലിയ നോമ്പിന്റെ ഭാഗമായി ഓശാന ഞായറിന്റെ തലേദിവസമായ ശനിയാഴ്ചയാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. പെസഹയ്ക്ക് മുൻപ് യേശു ഭക്ഷിച്ച വലിയ വിരുന്നായും ലാസറിനെ ഉയർപ്പിച്ചതിന്റെ സന്തോഷം അറിയിക്കുന്നതിനായുമാണ് മധുരം നിറച്ച പലഹാരം ഉണ്ടാക്കുന്നതെന്ന് പഴമക്കാർ പറയുന്നു. നനച്ച അരിമാവ് ഉപയോഗിച്ച് കല്ലറയുടെ ആകൃതിയിൽ കുഴച്ച് അതിൽ ചിരകിയ തേങ്ങ, പഞ്ചസാര, ശർക്കര എന്നിവ ചേർത്താണ് പലഹാരം ഉണ്ടാക്കുന്നത്. വലിയ നോമ്പ് ആരംഭിക്കുന്നതിന് മുൻപുള്ള പെത്രേത്രോ ഞായറാഴ്ച കള്ളപ്പം, പാതിനോമ്പ് ദിവസം ഉണ്ടാക്കുന്ന ഇണ്ടേറിയപ്പം, പെസഹ ദിവസം പാൽക്കുറുക്ക് എന്നിവയും നോമ്പാചരണത്തിനിടയിലെ വിശേഷ വിഭവങ്ങളാണ്. സംയുക്ത മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ചാവക്കാട് ബഹുജന പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. മണത്തല പള്ളി മുദ്രിസ് ഹൈതമി അബ്ദുൾ ലത്തീഫ് പ്രാർത്ഥന നടത്തി. മണത്തല പള്ളി മദ്രസ പരിസരത്തു നിന്നും ആരംഭിച്ച റാലിയിൽ നഗരസഭയുടെ പടിഞ്ഞാറൻ മേഖല, മണത്തല, തിരുവത്ര, എടക്കഴിയൂർ, കടപ്പുറം, ഒരുമനയൂർ മേഖലകളിൽ നിന്നുള്ള ആയിരങ്ങൾ പങ്കെടുത്തു. കിഴക്കൻ മേഖല റാലി പാലയൂരിൽ നിന്നും പുറപ്പെട്ട് തെക്കേ ബൈപ്പാസ് വഴി നഗരമധ്യത്തിലെത്തി പടിഞ്ഞാറൻ മേഖല റാലിയിൽ ചേർന്നു. താലൂക്ക് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. തുടർന്നുള്ള യോഗത്തിൽ മണത്തല ജുമാ അത്ത് ഖത്തീബ് ബാദുഷ തങ്ങൾ പ്രാർത്ഥന നടത്തി. കേരള ജമാഅത്ത് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഫസൽ തങ്ങൾ വാടാനപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മണത്തല മഹല്ല് പ്രസിഡന്റും കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനുമായ PK ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. ബഷീർ ഫൈസി ദേശമംഗലം, സുലൈമാൻ അസ്ഹരി, CH റഷീദ്, നൌഷാദ് അഹമ്മു, അബ്ദുൽ ലത്തീഫ് ഹൈതമി, KM ഉമർ ഫൈസി, ഷിഹാബ് ബാഖവി, അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ ന്യൂനപക്ഷങ്ങളോടുള്ള കരിനിയമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ലെന്നും ശക്തമായ പ്രതിഷേധവുമായി കേരളീയ ജനസമൂഹം വഖഫ് ഭേദഗതിക്കെതിരെ രംഗത്തിറങ്ങുമെന്നും സമ്മേളനം പ്രഖ്യാപിച്ചു. ഞാൻ മരിച്ചുപോയാലും എനിക്ക് ശേഷം ഈ ലോകത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പൂർണ്ണമായി ഡെഡിക്കേറ്റ് ചെയ്തു പോകുന്ന ഒരു സ്വത്താണ് വഖഫ്. അതിൽ നിന്ന് എന്റെ അനന്തരവാസികൾക്ക് അവകാശമില്ല, എന്റെ കുടുംബങ്ങൾക്ക് അവകാശമില്ല, ആർക്കും അവകാശമില്ല. അത് പരിപൂർണമായി ലോകം അവസാനിക്കുന്നത് വരെ എന്തിനു വേണ്ടിയാണോ ഞാൻ വഖഫ് ചെയ്തത് അതിനുവേണ്ടി നിലകൊള്ളും. അതിന്റെ പരിരക്ഷയായിരുന്നു നിലവിലുണ്ടായിരുന്ന നിയമങ്ങൾ. അതെല്ലാമാണ് കാറ്റിൽ പറത്തിയത്. പിന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണത്? കാണുന്നതൊക്കെ വഖഫ് ചെയ്യുന്ന അവസ്ഥ ഇതിലൂടെ മാറിക്കിട്ടും. 30-ലധികം മഹലുകളിൽ നിന്നുള്ള വിശ്വാസികൾ റാലിയിൽ പങ്കെടുത്തു. ഫിഷറീസ് വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ശുചിത്വ സാഗരം സുന്ദരതീരം ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭയിലെ ബ്ലാങ്ങാട് ബീച്ച്, പുത്തൻകടപ്പുറം, ചെങ്കോട്ട ബീച്ച് എന്നിവിടങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി. ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്തിന്റെ അധ്യക്ഷതയിൽ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ രേഷ്മ R നായർ സ്വാഗതം ആശംസിച്ചു. ബ്ലാങ്ങാട് ബീച്ചിൽ നടന്ന ചടങ്ങിൽ മത്സ്യത്തൊഴിലാളികൾ, വാർഡ് കൗൺസിലർമാരായ PK കബീർ, ഗിരിജ പ്രസാദ്, ഫിഷറീസ് ഉദ്യോഗസ്ഥർ, കോസ്റ്റൽ പോലീസ് പ്രതിനിധി, ബ്ലാങ്ങാട് ബീച്ച് ലവേഴ്സ് ക്ലബ്ബ് വോളണ്ടിയർമാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, ചാവക്കാട് കരാട്ടെ സ്കൂൾ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ബീച്ചിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു. പ്ലാസ്റ്റിക്, ചെരിപ്പ്, തെർമോക്കോൾ എന്നിവയടക്കം ചാവക്കാട് ബീച്ചിൽ നിന്നും 500 കിലോയിലധികം മാലിന്യങ്ങൾ നീക്കം ചെയ്തു. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ശുചിത്വ സാഗരം സുന്ദരതീരം 2ാം ഘട്ടം ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി കടപ്പുറം ഗ്രാമപഞ്ചായത്തിൽ അഴിമുഖം മുതൽ മുനക്കക്കടവ് വരെയുള്ള തീരം വൃത്തിയാക്കി. പരിപാടിയുടെ ഉദ്ഘാടനം കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സെമീറ ഷെരീഫ്, ഫിഷറീസ് ഉദ്യോഗസ്ഥൻ സുലൈമാൻ, കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥ മിനി, ഹരിതകർമ്മസേനാംഗങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കടവലൂർ പരുവക്കുന്ന് നൂറുൽ ഹുദ മദ്രസയിൽ പ്രവേശനോത്സവം നടത്തി. സദർ മൗലവി അബ്ദുൾ റഹ്മാൻ ബാഖവി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സുലൈമാൻ അസ്ഹരി പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മഹല്ല് പ്രസിഡന്റ് CK സുലൈമാൻ, സെക്രട്ടറി VK ഷഫീഖ്, അബ്ദുൾ ഹമീദ് ബാഖവി എന്നിവർ സംസാരിച്ചു. മുൻ മഹല്ല് പ്രസിഡന്റ് P ഹംസ മാസ്റ്റർ മദ്രസ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി ഖുർആൻ വിതരണം നടത്തുകയും ചെയ്തു. ഗുരുവായൂർ ദേവസ്വം ജീവനക്കാരെ മാത്രം ഉൾപ്പെടുത്തി നടത്തിവരുന്ന ദേവസ്വം പ്രീമിയർ ലീഗ് 3ാം സീസൺ വിജയകരമായി അവസാനിച്ചു. 5 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ ദേവസ്വത്തിലെ ജീവനക്കാരായ കളിക്കാരെ IPL മാതൃകയിൽ ലേലം വിളിച്ചാണ് ടീമുകൾ തെരഞ്ഞെടുത്തത്.
ടൂർണമെന്റിൽ വിജയികൾക്ക് ലഭിക്കുന്ന 10,000 രൂപയും ഗുരുവായൂർ ദേവസ്വം എംപ്ലോയീസ് സഹകരണ സംഘം സ്പോൺസർ ചെയ്യുന്ന ട്രോഫിയും ടീം മാസ്റ്റേഴ്സ് GCC നേടി. റോയൽ ആർമീസ് GVR ആയിരുന്നു ഫൈനലിൽ എതിരാളികൾ. 3, 4, 5 സ്ഥാനങ്ങളിൽ സ്പാർട്ടൻസ് GVR, കിങ്സ് GVR, സ്ട്രൈക്സ് GVR എന്നീ ടീമുകളെത്തി. ഫൈനലിൽ മാസ്റ്റേഴ്സ് GCC 8 ഓവറിൽ 128 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ റോയൽ ആംസ് GVRന് 96 റൺസാണ് നേടാനായത്. ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ചായി മാസ്റ്റേഴ്സ് GCCയുടെ ക്യാപ്റ്റൻ ഹരിപ്രസാദും പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി റോയൽ ആംസിന്റെ സുധീഷും തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ബാറ്ററായി മാസ്റ്റേഴ്സ് GCCയുടെ വിജീഷും, മികച്ച ബൗളറായി മാസ്റ്റേഴ്സിന്റെ ഷിത്തുലാലും, മികച്ച ഫീൽഡറായി കിങ്സ് GVRന്റെ പ്രേംജിത്തും, മികച്ച വിക്കറ്റ് കീപ്പറായി മാസ്റ്റേഴ്സ് GCCയുടെ വിജീഷും, എമർജിംഗ് പ്ലെയറായി സ്പാർട്ടൻസ് GVRന്റെ കശ്യപ് കൃഷ്ണനും തെരഞ്ഞെടുക്കപ്പെട്ടു. തൃശൂർ ജില്ലാ സ്പോർട്സ് അസോസിയേഷൻ ഭാരവാഹി ഇ സുമേഷ്, ഗുരുവായൂർ ദേവസ്വം എംപ്ലോയീസ് സഹകരണ സംഘം പ്രസിഡന്റ് നാരായണൻ ഉണ്ണി എന്നിവർ വിജയികൾക്ക് ട്രോഫികൾ നൽകി. കൃഷിയാണ് ലഹരി, സേ നോ ടു ഡ്രഗ്സ് എന്ന മുദ്രാവാക്യത്തിൽ പൊന്നിയൂർ GMLP സ്കൂളിൽ കൃഷിഭവന്റെയും സ്കൂൾ PTA-യുടെയും നേതൃത്വത്തിൽ യുവതാ തോട്ടം ആരംഭിച്ചു. വാർഡ് മെമ്പർ MK അറഫാത്ത്, പ്രധാനാധ്യാപിക ഷെഫി ആൻസ്ലം മാൻഡീസ്, PTA പ്രസിഡന്റ് അഷ്റഫ്, MPTA പ്രസിഡന്റ് അജില ദിനേശ്, ഹൈറുന്നിസ, കൃഷി അസിസ്റ്റന്റ് M സിജിമോൻ, യമുന ടീച്ചർ, സജിത ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ ഉല്ലാസ് 52-ാം നമ്പർ അങ്കണവാടിയിലെ ബാലമേള ഐനൂർ ക്രസന്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ ഉദ്ഘാടനം ചെയ്തു. അങ്കണവാടി വർക്കർ മേഴ്സി മേക്കാട്ടുകുളം അധ്യക്ഷയായിരുന്നു. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. അറിയിപ്പ്. കുന്നംകുളം കാക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന്റെ തത്സമയ സംപ്രേഷണം ഞായറാഴ്ച വൈകിട്ട് 3 മണി മുതൽ CCTV പ്രാദേശികം ചാനലിൽ, ചാനൽ നമ്പർ 49. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,770 രൂപ, പവന് 70,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 107 രൂപ. ചരമം. ചൂണ്ടൽ പരേതനായ പൊളിക്കൽ ശങ്കുരു മകൻ ലോഹിതാക്ഷൻ നിര്യാതനായി. 63 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 8 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. സതി ഭാര്യയും ജിതീഷ്, ലിജി എന്നിവർ മക്കളുമാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.